ഹലോ നമസ്കാരം, ഞാൻ നിതിൻ. വെൽക്കം ടു മൈ ചാനൽ. 1G മുതൽ 5G വരെ എത്തി നിൽക്കുന്ന മൊബൈൽ ടെക്നോളജിയിൽ കോളിംഗ് സംവിധാനം എങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു സംവിധാനത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തെ ഫോണിൻ്റെ മൈക്രോഫോൺ പിടിച്ചെടുക്കുകയും മൈക്രോഫോണിലുള്ള IC അതിനെ ഒരു ഡിജിറ്റൽ സിഗ്നലാക്കി ചേഞ്ച് ചെയ്യുന്നു. ഈ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം സീറോസും വൺസും ആയിട്ടാണ് അത് രേഖപ്പെടുത്തുന്നത്. ഈ ഒരു ഡിജിറ്റൽ സിഗ്നലിനെ മൊബൈലിൻ്റെ തന്നെ ആൻറ്റിന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആക്കി പ്രക്ഷേപണം ചെയ്യുന്നു. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ നമ്മൾ നമ്മുടെ ഫോണിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾക്ക് കോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദത്തെ മേൽപ്പറഞ്ഞ രീതിയിൽ നമ്മുടെ ഫോണിൻ്റെ തന്നെ ആൻറ്റിന ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആക്കിയതിന് ശേഷം നമ്മൾ കൂട്ടുകാരുടെയോ നമ്മൾ ആരെയാണോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സാധാരണ രീതിയിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഹൈ ഫ്രീക്വൻസി 1 ആയിട്ടും ലോ ഫ്രീക്വൻസി 0 ആയിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഒരു പാറ്റേൺ തന്നെയാണ് മൈക്രോഫോൺ നമ്മുടെ ശബ്ദത്തെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ കാലാവസ്ഥയാണ്. രണ്ടാമത്തേത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ഗാർഹിക ഉപകരണങ്ങളാണ്. ഒന്നാമത്തേത് ഫ്രിഡ്ജ്, രണ്ടാമത്തേത് ഓവൻ എന്നീ ഫാക്ടേഴ്സൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ട്രാൻസ്മിഷൻ ഡിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. കൂടാതെ ഭൂമിയുടെ കർവ്ഡ് ആയിട്ടുള്ള ഷേപ്പും ഇതിനെ സ്വാധീനിക്കുന്നു. ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ ടവറുകളുടെ ആവിർഭാവം ഉണ്ടായത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കണക്ട് ചെയ്യുന്ന ഒരു വലിയൊരു ശൃംഖലയാണ് സെല്ലുലാർ ടെക്നോളജിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മൊബൈൽ ടവറിൽ നിന്ന് മറ്റൊരു ടവറിലേക്ക് ഭൂമിയുടെ അടിയിലൂടെയോ കടലിനടിയിലൂടെയോ ഈ ഒരു കേബിൾ ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഈ കേബിളിൽ നിന്നാണ് വയർലെസ് സംവിധാനമായി നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ കോളിംഗ് സംവിധാനം നടക്കുന്നത്. ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള ഇതുപോലുള്ള മൊബൈൽ ടവറുകളെ ഒരു ഹെക്സഗൺ മാതൃകയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സെല്ലായിട്ട് കണ്ട് ഹെക്സഗൺ രീതിയിൽ അവ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. ഇവ കണക്ട് ചെയ്യുന്നത് കടലിനടിയിലൂടെയും ഭൂമിക്കടിയിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മുടെ മൊബൈലിൽ നിന്നും യാത്ര തുടങ്ങുന്ന ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതത് പ്രദേശത്തെ മൊബൈൽ ടവറുകളിൽ എത്തുകയും ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നിയർ ബൈ ആയിട്ടുള്ള മൊബൈൽ ടവറിലേക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് സഞ്ചരിക്കുകയും അവിടെ വെച്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ഫോട്ടോൺ പൾസ് അഥവാ ലൈറ്റ് പൾസ് ആക്കി ചേഞ്ച് ചെയ്യുകയും ഇവ പിന്നീട് ഇൻ്റർനാഷണൽ ഓർ നാഷണൽ കോളിങ്ങിന് സഹായിക്കുന്ന രീതിയിൽ അതിവേഗത്തിൽ സഞ്ചരിച്ച് നമ്മൾക്ക് കോൾ സാധ്യമാക്കുന്നതിന് ഹെൽപ്ഫുൾ ആവുന്നു. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയ്ക്ക് സഹായകമാവുന്നത് മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററുകളാണ്. ഈ സെൻറ്ററിൽ നിന്നുള്ള പ്രോസസ്സിംഗ് മുഖേനയാണ് സോഴ്സിൽ നിന്നും ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് കോൾ പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. മൊബൈൽ സ്വിച്ചിങ് സെൻറ്ററുകളാണ് നമ്മുടെ സിമ്മിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. നാം ഉപയോഗിക്കുന്ന സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഏതാണെന്നും നമ്മുടെ കറൻറ്റ് ലൊക്കേഷൻ ഏതാണെന്നും നമ്മുടെ മൊബൈലിലെ ആക്ടിവിറ്റീസുകൾ എന്തെല്ലാമാണെന്നും ഇത് സ്റ്റോർ ചെയ്യുന്നു. ഈ ഒരു സംവിധാനത്തെ വളരെ ലളിതമായി മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു ഉദാഹരണം പറയാം. കോളർ 1 അഥവാ C1 ആൻഡ് കോളർ 2 അഥവാ C2 എന്ന് വിചാരിക്കുക. C1ൽ നിന്ന് C2ലേക്ക് ഒരു കോൾ പോവുകയാണ്. ഇവിടെ C1ൽ നിന്നുള്ള മൊബൈൽ സിഗ്നലുകൾ മൊബൈൽ ടവറിൻ്റെ സഹായത്താൽ C1ൻ്റെ ഹോം MSCയിൽ എത്തിച്ചേരുന്നു. ഇവിടെ നിന്നുള്ള പ്രോസസ്സിങ്ങിന് ശേഷം C1ൻ്റെ ഹോം MSC C2വിൻ്റെ ഹോം MSCയിലേക്ക് കണക്ഷൻ പിന്നീട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ C2വിൻ്റെ ഹോം MSC C2വിൻ്റെ ലൊക്കേഷനാണ് ആദ്യമായി കണ്ടുപിടിക്കുക. C2വിൻ്റെ ലൊക്കേഷൻ
C2വിൻ്റെ ഹോം MSCയിൽ തന്നെയാണെങ്കിൽ അവിടെ നിന്ന് സിഗ്നലുകൾ മൊബൈൽ ടവറിലേക്ക് അയക്കുകയും മൊബൈൽ ടവറിൽ നിന്ന് C2വിന് കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആവുകയും കോൾ കണക്റ്റ് ആവുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ C1 വിളിക്കുന്നത് C2വിലേക്കാണെങ്കിൽ C2വിൻ്റെ ഹോം MSC ആദ്യമായി C2വിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റിക്വസ്റ്റ് അയക്കുന്നു. അപ്പോൾ C2 ഹോം MSCയിലല്ല എങ്കിൽ നിയർ ബൈ ആയിട്ടുള്ള ഫോറിൻ MSC ത്രൂ C2വിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പ്രോസസ്സ് ത്രൂ കണക്ഷൻ C2വിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇവിടെ പ്രോസസ്സ് ചെയ്യാൻ ഹോം MSCയും അതുപോലെ തന്നെ ഫോറിൻ MSCയുടെ സഹായം തേടുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ അവിടെ നിന്ന് യാത്ര തുടങ്ങുന്ന ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കോൾ റിസീവ് ചെയ്യുന്ന ആളുടെ ലൊക്കേഷനുള്ള അല്ലെങ്കിൽ അയാളുടെ ജോഗ്രഫിക്കൽ ലൊക്കേഷനുള്ള ടവറിൽ എത്തുകയും അവിടെ നിന്ന് ഈ ശബ്ദ തരംഗങ്ങളെ പ്രോസസ്സ് ചെയ്യപ്പെട്ട് നമ്മുടെ റിസീവ് ചെയ്യുന്ന ആളുടെ ഫോൺ ഈ ടവറിൽ നിന്നും ഈ സിഗ്നൽ സ്വീകരിക്കുകയും അവിടെ ഒരു കോളിംഗ് പൂർത്തിയാവുകയും ചെയ്യുന്നു. കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളുമായി മറ്റൊരു വിഷയത്തെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്